നമ്മളെങ്ങനെ പോണു? നമ്മൾ ഫുഡ് മേടിക്കാൻ കേട്ടാ ഇല്ല ഇല്ലടാ സ്ഥലമില്ല. ഇവിടെ ഇഡ്ഡലി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. അത് വാങ്ങിച്ചാ പോരെ? ഒരു 4-5 ഉഴുന്നോടെ എടുത്തു. അല്ല 4-5 എത്ര പേരുണ്ട്? 6 ഉഴുന്നോടെയും ഇഡ്ഡലി മാത്രം പോരെ? എല്ലാവർക്കും ഇഡ്ഡലി അല്ലേ? എത്ര പേര്? ഒരു 3 വെച്ച് മതിയോ? 3 മതിയാ. ചിലപ്പോ ക്രിസ്ത്യൻ മറ്റേ വിവേകൊക്കെ ഒരുപാട് കൂടുതൽ അവര് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരല്ലേ. ശരി, അപ്പൊ എത്ര? നീ എത്ര? ഞാനൊരു 5 ഉണ്ട്. അപ്പൊ എത്ര ഇഡ്ഡലി എടുക്കണം? 1 4 6 4 24. എന്ത് ഇതാ കടിച്ചാ പോയിട്ടാ. நல்லா இருக்க சாமி. இந்த அப்படிங்க നാടിന് വട കൊടുത്തു കഴിച്ചു. ഇവിടെ പുലി വരുമ്പോ ചോദിച്ചതാണ്. ഒരു വീഡിയോ കാണിച്ചു. പകല്ല പുലിയാടാ. ഇതല്ലേ പക്ഷെ കുട്ടിയത് വലുതാണ്. നമ്മളുടെ ദൈവമേ, എന്നോട് എനിക്ക് ഒരുപാട് അടിക്കുന്നില്ല. ഇവരുടെ മാടൊക്കെ കൊണ്ടുപോയി എന്നോട് ഇപ്പൊ അടിച്ചു. ഇത് ആളിനെ പകുതിയായിട്ട് മാനേജറാണ്. അത് പിടിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഫോറസ്റ്റ് കിട്ടുന്നില്ല. കടന്റെ പേര് വെൽക്കം ഹീറോ. അടിപൊളിയാണ്. ചേട്ടന്മാരും അടിപൊളിയാണ്. ഞങ്ങള് ഫുഡ് വാങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ കടക്ക് വന്ന എല്ലാവരും നല്ല അടിപൊളിയാണ്. കാണാൻ ചെറുതാണെന്നൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല ഫുഡ്. ഗൈസ്, ഇപ്പോൾ ആള് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് താമസിക്കുന്ന സ്ഥലത്താണ് പുലി വന്നത് കഴിഞ്ഞ 3 ദിവസം മുമ്പ്. കൊള്ളാട്ടെ നമ്മുടെ രാജേഷേട്ടന്റെ ഇഡ്ഡലി കട. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കഴിക്കേനി ഇഡ്ഡലി നന്നായിട്ടുണ്ട്, ഉഴുന്നട നന്നായിട്ടുണ്ട്, പരിപ്പാട നന്നായിട്ടുണ്ട്, സാമ്പാർ നന്നായിട്ടുണ്ട്, ചട്നി നന്നായിട്ടുണ്ട്, ചമ്മന്തി നന്നായിട്ടുണ്ട്. നസിക്കോ? നിനക്കോ? എനിക്ക് നന്നായിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടുത്തെ. ഉറങ്ങല്ലേ ഇറങ്ങാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. നമ്മളുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാണ്. ടാറ്റ പറ, വീട്ടിനോട് ടാറ്റ പറഞ്ഞാൽ മതി. കുറച്ച് 2-3 സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ബൈ. ഞങ്ങൾ ഈ വീടിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ റെഡി, ബൈ, ടാറ്റ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അങ്ങോട്ടാ പോണം. എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഫോട്ടോഷൂട്ട്? എങ്ങനെ നീ നിൽക്ക്. നിന്റെ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റ്. വാസനയാണ്. എടാ ചായ ഇത് സോഡയാ? സോഡ വാങ്ങിച്ചതാ? എങ്ങനെയുണ്ട്?
ആ ഒരു സ്പ്രൈറ്റ് മതി. ഈ കടയൊക്കെ സ്പ്രൈറ്റ് ഞങ്ങളിവിടെ അവലാഞ്ചി ചെക്ക് പോസ്റ്റ് എത്തി. കാറിന് കാറിന് 50 രൂപ, ഓരോ ആൾക്കാർക്ക് 40 രൂപ, ബൈക്കിന് 30 രൂപ, അതിൽ ഇരിക്കുന്ന 2 പേർക്ക് 40 രൂപ വെച്ചിട്ട്. എന്തേ വളച്ചാണ് ഗൈസ്. അവൾ കണ്ണൊക്കെ കലങ്ങി. പറയണ്ടെന്നാ ഞാൻ സൗണ്ട് ഇല്ലേ, ഞാൻ സൗണ്ട് കേട്ടിട്ട് വന്നാണ്. കണ്ണുടക്കേ. ഓ പാവം. അമ്പലങ്ങൾ കണ്ടോ കണ്ടോ. പിന്നെ ഞങ്ങള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിൽ കയറാൻ പോവാണ്. പക്ഷെ എനിക്ക് എടുത്ത് തന്നെ ഫോട്ടോസ് ഫുള്ള് മൂഞ്ചലായിരിക്കും. അത് അതുകൊണ്ടല്ല, നിന്റെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. നീ എല്ലാ ഫോട്ടോയിലും ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്നിട്ട് കൈ ഇങ്ങനെ അതൊക്കെ എടുത്തോണ്ടിരിക്കണം നമ്മള്. വെറും ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് പിങ്ക്ഡാ. തറവാട്ടിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അല്ലേ? തറവാടിയാണ്, തറവാടി. അതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ്. വീട്ടുപേരെന്താ പറയാ? പഴയ ചന്തപ്പറമ്പിൽ ഹൗസ്. ചന്തപ്പറമ്പ് ഹൗസ്. അപ്പൊ കറക്റ്റാണ്. ഇവിടെ ഇവിടെ സൈഡ് ആക്കടാ, ഫോട്ടോ എടുക്കാം. എന്താണ് കണ്ണെന്ന് വെള്ളം വരുന്നത്? 2 കടൽക്കാരുണ്ട്. മോനെ കാട്, ഭീകര കാട്. സാറാ നല്ല സ്ഥലമാണ് ഇതാ. വണ്ടി എവിടെ നിർത്തുക? ഇവിടെ എത്തി, കാർ പാർക്ക് ചെയ്ത്. നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ബൈക്കിലല്ലേ വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ജാക്കറ്റ് ഇട്ടത്. തണുക്കുണ്ടായിരുന്ന? നല്ല തണുപ്പുണ്ടായിരുന്നു. വീടെടുക്കുമ്പോഴേ എടാ അവിടെ നിക്കടാ, നല്ല നല്ല വ്യൂ ഉണ്ട്. അവരെടുത്ത് നോക്ക്. മാറ്റാപ്പൂ ഊതലയോ? ഇത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ഫ്ലാറ്റില്. കൊരങ്ങ് നീ പേടിക്കണ്ട. കൊരങ്ങനെ ഫോട്ടോ എടുക്കണ വേറൊരു കൊരക്കൻ. ഞാൻ വീഡിയോ എടുത്ത് സെറ്റ് ആയിട്ടില്ല. ഈ സ്ഥലം സെറ്റ് ആയിട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അവലാഞ്ചി വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് അവലാഞ്ചി. നല്ല രസമുണ്ട്. പക്ഷേ നല്ല പ്ലേസാണ്. അതെ, എന്താ നിൻ്റെ അഭിപ്രായം? കണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു മൊമെന്റ്സ് അല്ലേ ഇതൊക്കെ, അല്ലേ? ശരി, താഴെ ഇറങ്ങാൻ പറ്റിയായിരുന്നു കുറച്ചുകൂടെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാം. സംഭവം ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിന്റെ പേരാണ് അവലാഞ്ചി. അധികം തിരക്കില്ല, പക്ഷെ എന്താണ് ഫുള്ള് കാടാണ്. അങ്ങോട്ട് കാണിക്കുന്ന കാടാണ്, ഫുള്ള് കാടാണ്. അപ്പൊ എന്താണ് ഓൺ റിസ്കില് വരികയാണെന്നുണ്ടെങ്കിൽ വരാം. ചിലപ്പോ പുലിയോ മാനോ കാട്ടുകത്തൊക്കെ ഉണ്ടാവും. നീ ഉള്ളപ്പോ വേറെ വരില്ലല്ലോ. അതെ, അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് കൂട്ടിട്ട് വന്നു. അതെ അതെ അതെ. സിംഹം ഇരിക്കുമ്പോ അവിടെ വേറെ ആരും വരില്ല. രണ്ടുപേരും അവിടെ വെള്ളത്തിലിറങ്ങി കായ്. നിങ്ങളെന്തിനു പോണ്? താഴ്ചയൊക്കെ ഉണ്ട്, അതാണ്. നോക്കി നോക്കി വരണം. ഇതെന്താ എന്താ ചെയ്യണേ? വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പോവാണ് ഗൈസ്.
ഉപ്പോ അമ്മ തണുപ്പ് എങ്ങനെടാ? നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. വഴുക്കുണ്ട്. ഓ മരവിക്കണു. ഓ കാലൊക്കെ നല്ല മരവിപ്പുണ്ട്. ഇത് എങ്ങനെയാണ് നിനക്കൂടെ സഹായിക്കണത്? പിന്നെ കാലേ ഉണ്ട് തോന്നില്ല. നല്ല ഇതുണ്ട്. വാടാ വാടാ കഴിക്കാൻ പോവാ. അവലാഞ്ചീസ് ഫുഡ് സ്പോട്ട്. നോൺ വെജ് മീൽസ് ആണ്, അതായത് ചോറിന്റെ കൂടെ ഫിഷ്. അവലാഞ്ചി വിടാൻ പോവാണ്. അവലാഞ്ചി നിർത്താൻ പോണ സംഭവം സമയമില്ലാത്തോണ്ടാണ്. സമയം നല്ല സ്ഥലല്ലേ. അപ്പൊ ഇപ്പഴാണ് കോട ഇറങ്ങണ. പക്ഷെ കോട ഇറങ്ങണ്ടല്ലേ ഇവിടെ? നമുക്ക് വേണമെങ്കിൽ ഒരു ആദ്യമായിട്ട് ഒരു കോട ഇറങ്ങണുണ്ട്. കട മാറിപ്പോയി ഗൈസ്. ഇതുപോലെ 2 കടയുണ്ട്. ഞങ്ങൾ അവസാനം കണ്ടുപിടിച്ചു ഗൈസ്, ഊട്ടി ചോക്ലേറ്റ് ഫാക്ടറി. Our collection guys. എന്താ സോപ്പ് ബോക്സാ? ആ എടുക്കണാണ്. ഇതും കഴിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? ആണോ? സാധനമാണ്. എനിക്ക് കഴിക്കുന്നത് ഇതേനുണ്ട്. ബിസ്ക്കറ്റ് അത് എവിടെ നിന്ന് കഴിച്ചു? 365. പരിഷ്കരി. അഞ്ചരക്കാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. ഇനി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാം. അപ്പൊ ഗൈസ് റെഡി. ചായ കുടിക്കുന്ന അവിടെ പറ്റിയാണെ കാണാം. റെഡി അതിനാണ് എത്ര പിരിവ്. റെഡി. അപ്പോ